ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ കഷ്ടകാലം എങ്ങനെ ജാതകം നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാം എന്നുള്ളതിന് ഒരു പാടല് സഹിതം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വിളക്കം തരെയാണ്. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400ഓളം വീഡിയോകളുണ്ട്. അതിൽ 100ൽ പരം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ ഹോരാശാസ്ത്രം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള പാടലുകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. കുറേയേറെ വീഡിയോകൾ ടിപ്സ് ആയിട്ട് നമ്മുടെ അസ്ട്രോളജിയിലെ പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കാതെ ഇതിനു മുമ്പ് കണ്ടിന്യൂറ്റി ആയിട്ട് കുറെ വീഡിയോകൾ ഇങ്ങനെ വരികയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ പറയണമെങ്കിൽ അതിനു മുമ്പ് കുറെ ഐഡിയകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ മുന്നത്തെ വീഡിയോകൾ കണ്ട് കണ്ട് പോവുക. ആദ്യം മുതലേ അസ്ട്രോളജിയിലെ ഫൗണ്ടേഷൻ മൊത്തം നമ്മളുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളും എങ്ങനെ ബലം നോക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ചാനലിലുണ്ട്. കുറച്ച് ലൈവ് വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാവുന്നത് കഷ്ടകാലം എങ്ങനെ അറിയാൻ പറ്റും. ഇതൊരു ടിപ്പ് മാത്രമാണ്, പക്ഷെ ഇതിന് പാടലുണ്ട്. പാടൽ ഇങ്ങനെയാണ്: 12 ക്ഷീണനാം ചന്ദ്രൻ നിൽക്കേ, പാപികൾ 1 നിൽപ്പെന്നാകെ, കേന്ദ്രത്തിൽ ശുഭന്മാർ നിൽപ്പീലെന്നാൽ കാലമത് കഷ്ടമെന്ന് സൊൽക വേണം. കഷ്ടകാലം എന്നത് എങ്ങനെ പറയണമെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? 12 ക്ഷീണനാം ചന്ദ്രൻ നിൽക്കേ, ക്ഷീണചന്ദ്രൻ 12 നിൽക്കേ, പാപികൾ 1 നിൽപ്പെന്നാകിൽ, പാപികൾ 1 നിൽക്കേ എന്നാൽ, കേന്ദ്രത്തിൽ ശുഭന്മാർ നിൽപ്പീലെന്നാൽ, ശുഭന്മാർ കേന്ദ്രത്തിൽ നിൽക്കാത്ത അവസ്ഥയിൽ വരികയാണെങ്കിൽ കാലമതു കഷ്ടമെന്ന് സൊൽക വേണം, ചൊൽക വേണം, സൊൽക വേണം. കഷ്ടകാലം എന്ന് പറയണം. ഇതേ പ്രമാണം തന്നെ ഹോരാശാസ്ത്രത്തിലുണ്ട്. ഹോരാശാസ്ത്രത്തിലെ പ്രമാണം എന്താണ്? പാപേ അല്ല സോറി പാപേ ഹോരാശാസ്ത്ര പ്രമാണം ക്ഷീണേ ഹിമഗു വ്യയഗേ. ഹോരാശാസ്ത്ര പ്രമാണം എങ്ങനെയാണ്? ക്ഷീണേ ഹിമഗു വ്യയഗേ, ഹിമഗു വ്യയഗേ, പാപേ ഉദയാഷ്ടമഗൈ. ക്ഷീണേ ഹിമഗു വ്യയഗേ, പാപേ ഉദയാഷ്ടമഗൈ, കേന്ദ്രേഷു കേന്ദ്രേഷു ശുഭാശ്ച നചേത്, ക്ഷിപ്രം നിധനം പ്രവദേത്. ഇതെന്താ പറഞ്ഞത്? സംസ്കൃതം എന്നുള്ളു, വേറെ സംഭവമൊന്നുമില്ല. ക്ഷീണേ ഹിമഗു വ്യയഗേ, 12 ക്ഷീണനാം ചന്ദ്രൻ നിൽക്കേ, ക്ഷീണേ ഹിമഗു വ്യയഗേ. വ്യയഗേ എന്നാൽ 12ാം ഭാവത്തിൽ, ഹിമഗു എന്നാൽ ചന്ദ്രൻ, ക്ഷീണനായ ചന്ദ്രൻ 12 നിൽക്കേ, പാപേ ഉദയാഷ്ടമഗേ, പാപന്മാർ 1 നിൽപ്പെന്നാകി. ഉദയം എന്ന് പറഞ്ഞാൽ ലഗ്നം, അഷ്ടമം എന്ന് പറഞ്ഞാൽ 8. പാപന്മാർ 1 8 നിൽക്കുകയാണെങ്കിൽ, കേന്ദ്രേഷു കേന്ദ്രങ്ങളിൽ, ശുഭാശ്ച നചേത് ശുഭന്മാറും, നചേത് ഇല്ല എന്നാകില്, കേന്ദ്രത്തിൽ ശുഭന്മാർ നിൽപ്പീലെന്നാൽ, ക്ഷിപ്രം ഇവിടെ പറഞ്ഞേക്കണ ക്ഷിപ്രം നിധനം പ്രവത്തേത്, പെട്ടെന്ന് മരണം പറഞ്ഞിടണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കണെങ്കിൽ, കാലം അത് കഷ്ടമെന്ന് സൊൽക വേണമെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇതാണ് പ്രമാണം. ഇത് സംഭവം എന്താ? സംഭവമൊന്നുമില്ല. നിങ്ങളുടെ ജാതകത്തിൽ 12 നിൽക്കുന്ന ക്ഷീണചന്ദ്രൻ ഉണ്ടെങ്കിൽ, ക്ഷീണചന്ദ്രൻ 12 നിൽക്കുകയോ, ക്ഷീണചന്ദ്രൻ 12 നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചന്ദ്രൻ മേഷരാശിയിൽ നിൽക്കുന്നു, ഇവൻ ക്ഷീണനാണെങ്കിൽ, ക്ഷീണൻ എന്ന് പറഞ്ഞാൽ കറുത്ത പക്ഷത്തിലെ അമാവാസി, അതിനോട് മുൻപിൻ ഒരു 5 ദിവസം ക്ഷീണനായിരിക്കും ചന്ദ്രൻ. അപ്പൊ അമാവാസിയോട് അടുക്കുന്ന നാളുകളിലും
അമാവാസി കഴിഞ്ഞിട്ടുള്ള ഒരു 5 ദിവസം ചന്ദ്രൻ ക്ഷീണനാണ്. പിന്നെ പാപന്മാരോട് ചേർന്ന ചന്ദ്രൻ, രാഹുകേതുക്കളോട് ചേർന്ന ചന്ദ്രൻ ക്ഷീണനാണ്. ഗുളികനോട് ചേർന്നിട്ടുള്ള ചന്ദ്രൻ ക്ഷീണനാണ്. ഭാഗ ഒരു 3 ഡിഗ്രി വരെയാണ് ചന്ദ്രന്റെ ഭാഗമെങ്കിൽ അവിടെയും ക്ഷീണനാണ്. നീചത്തില് ചന്ദ്രൻ ക്ഷീണനാണ്. അപ്പോ ഇതൊക്കെ ചന്ദ്രന്റെ ക്ഷീണത്വം നമ്മൾ എടുക്കുക. ചുരുക്കി പറഞ്ഞ ധനുലഗ്നത്തിലെ ചന്ദ്രൻ 12-ലാണെങ്കിൽ അവൻ ക്ഷീണിച്ചു പോയി. ഇത് ഉഗ്രക്ഷീണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അമാവാസിനോട് അടുത്ത സമയത്ത് രാഹുകേതുക്കൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്ഷീണത്തെ കാണിക്കണം. ഗുളികൻ നിൽക്കുന്നുണ്ടൊക്കെ ക്ഷീണമാണ്. അങ്ങനെ നിൽക്കുന്നു. ക്ഷീണയെ ഹിമകു വയകേ 12-ൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഈ ചന്ദ്രന്റെ അപഹാര കാലങ്ങളിൽ, ദശ അപഹാര കാലങ്ങളിൽ കഷ്ടം പറയണം. ചന്ദ്രൻ ആയതുകൊണ്ട് ചന്ദ്രനാടി നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ദിവസം കഷ്ടം പറഞ്ഞാൽ മതി. കാരണം ചന്ദ്രൻ പെട്ടെന്ന് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ്. ശീഘ്രം ഓരോരോ രാശികളിൽ ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അതുകൊണ്ട് ചന്ദ്രനാടി നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ചന്ദ്രന്റെ ഗതിയെ ഗോചരാൽ എടുത്താൽ മതി. രണ്ടാമത്തെ കാര്യം, പാപേ ഉദയ അഷ്ടമകേ, ഉദയത്തിലും ഇതേ സമയത്ത് തന്നെ ഉദയത്തിലും ചന്ദ്രൻ 12-ൽ നിൽക്കുന്നു എന്ന് എടുക്കാം. ക്ഷീണചന്ദ്രൻ ഉദയ അഷ്ടമകേ, ഇപ്പൊ രാഹുകേതുക്കള് ഉദയത്തില് നിൽക്കുന്നു. 8-ല് പാപൻ, 8-ല് ശനി നിൽക്കുന്നു. 2-ാം ഭാവാധിപൻ 8-ല് പോയിട്ട് നിൽക്കുന്നു. 3-ാം ഭാവാധിപൻ 8-ല് നിൽക്കുന്നു. ശനിക്ക് ബലമില്ലാത്ത ക്ഷേത്രമായിട്ടുള്ള കർക്കിടകത്തിൽ നിൽക്കുന്നു. അപ്പൊ പാപേ ഉദയ അഷ്ടമകെ, ഉദയത്തിലും 8-ലും പാപന്മാര് നിൽക്കുന്നു എന്നുള്ളത് എടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഉദയത്തില് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ സമയത്തോ കേതുവിന്റെ സമയത്തോ പാപാധിക്യമുള്ള അഷ്ടമാധിപനോ വ്യയാധിപനോ ഷഷ്ടാധിപനോ ഒക്കെ ലഗ്നത്തിൽ നിൽക്കുന്ന സമയത്തും ആ ദശാപഹാരങ്ങളിൽ അത് കഷ്ടത വരും. അതുപോലെ 8-ല് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശ അപഹാരങ്ങളിലും കഷ്ടത വരും. അത് പ്രത്യേകിച്ചും പാപന്മാരാണെങ്കിൽ പറയേ വേണ്ട. ആധിപത്യ ഭാവത്വം അതികഠിനവുമാണെന്ന് ഓർക്കണം. കേന്ദ്രേഷു ശുഭശ്ച നചേത്, കേന്ദ്രത്തിൽ ശുഭാശ്ച നചേത് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തില് ശുഭന്മാരില്ലാത്ത വർഷം. അപ്പൊ അതിന്റെ റിവേഴ്സ് എന്താ? കേന്ദ്രത്തില് അശുഭന്മാര് ഉള്ള സമയത്ത് ആ അശുഭന്മാരുടെ ദശ അപഹാരങ്ങളിലും. കേന്ദ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 4-ാം ഭാവം വീട്, വാഹനം, അമ്മ, ഇതൊക്കെയാണ്. 7-ാം ഭാവം ഭാര്യ, നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ ബിസിനസ് ആണ്. 10-ാം, അപ്പൊ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബിസിനസ് ആവാം. 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴില്, ബിഗ് ബിസിനസ് ആണ്, നമ്മുടെ കർമ്മസ്ഥാനമാണ്, നമ്മുടെ ഓഫീസാണ്, ഇതെല്ലാമാണ്. അപ്പൊ 4, 7, 10-ല് പാപം നിന്ന് കഴിഞ്ഞാല് അതും കഷ്ടതയെ തരും. കാരണം 4 നിന്ന് കഴിഞ്ഞാല് വീട്ടില് മനസ്സമാനം ഉണ്ടാവില്ല, സുഖം ഉണ്ടാവില്ല, അസുഖങ്ങൾ പിടിക്കും ഒക്കെ വരും. 7-ലാണെങ്കിൽ കസ്റ്റമറെ കൊണ്ട് ദുരിതങ്ങൾ, ഭാര്യയെ കൊണ്ടുള്ള ക്ലേശം, ഭാര്യയ്ക്ക് അസുഖം, പ്രശ്നങ്ങൾ. 10-ലാണെങ്കിൽ തൊഴിലെ പ്രശ്നം. അപ്പൊ ഇവിടെ ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അസുഖങ്ങൾ വരികയാണെങ്കിൽ നമ്മളെ നോക്കാനായിട്ട് അമ്മയോ അല്ലെങ്കിൽ വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് സ്വത്ത് ഉണ്ടാവും, നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ രക്ഷിക്കും. 7-ാം ഭാവത്തിലുണ്ടെങ്കിൽ ഭാര്യ, വീട്ടുകാര്, നമ്മളുടെ സുഹൃത്തുക്കള്, നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മളുടെ ക്ലയൻസ്, നമ്മളോട് അടുപ്പുള്ള ആളുകളുടെയൊക്കെ സഹായം കിട്ടും. 10-ലുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് വരുന്ന ലാഭവും പണവും ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇവിടെയും പാപന്മാര് നിൽക്കുകയാണെങ്കിൽ ഈ സമയത്തും കഷ്ടകാലം പറയണമെന്ന്. അപ്പൊ ഈ പ്രമാണത്തെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ 12-ൽ നിൽക്കുന്ന ക്ഷീണചന്ദ്രൻ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈയാധിക്യവും ആശുപത്രി കയറ്റവും രോഗങ്ങളും പറയാം. രണ്ടാമത്തത് ലഗ്നത്തിൽ പാപം നിന്ന ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും പറയാം. 8-ല് പാപം നിന്ന് കഴിഞ്ഞാൽ ആയുസ്സിന് ഭംഗവും ക്ലേശവും രോഗങ്ങളും ദുരിതവും അപകടങ്ങളും പറയാം. ഇനി കേന്ദ്രത്തിൽ ഗ്രഹങ്ങൾ നിന്ന സഹായമില്ലാത്ത അവസ്ഥ, പാപഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ അവിടെയും 4-ഉം 7-ഉം 10-ഉം ബാധിച്ചിരിക്കുന്ന, അതായിട്ട് കേന്ദ്രങ്ങൾ ബാധിച്ചിരിക്കുന്നതായിട്ട് മറ്റുള്ളവരുടെ സഹായം കിട്ടാത്ത അവസ്ഥയും പറയാം. ഇത്തരത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് വന്നാലോ ആശുപത്രി കയറ്റം, ശാരീരിക പ്രശ്നം. അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാണ്. അപ്പൊ ലഗ്നം അല്ല ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ചന്ദ്രനും ലഗ്നവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്.
നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ചന്ദ്രൻ ശരീരമാണ്, ലഗ്ന ശരീരമാണ്, ചന്ദ്രൻ മനസ്സാണ്. അപ്പൊ ശരീരവും മനസ്സും എങ്ങനെ ചന്ദ്രനാവുന്ന, ഇത്തരത്തിൽ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ചന്ദ്രൻ 12 പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കയറ്റാം, അസുഖം, അപകടം, ദീർഘകാലമായിട്ടുള്ള മരുന്ന്, ആക്സിഡന്റ്, പ്രശ്നങ്ങളൊക്കെ ഈ 3 കണക്ഷൻ ഒരുമിച്ച് വരുമ്പോൾ കാണിക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ സഹായം കിട്ടായികയും പാപഗ്രഹങ്ങളോ ശുഭഗ്രഹങ്ങളോ ഇല്ലാത്തിരിക്കുമ്പോൾ കാണിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അപകടം എന്നുള്ള ലോജിക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണത്. ഇതിൽ ഏതെങ്കിലും വരുമ്പോൾ തന്നെ 12-ലുള്ള പാപഗ്രഹങ്ങളോ 12-ലുള്ള ക്ഷീണചന്ദ്രനെ കൊണ്ടോ രോഗാദി അവസ്ഥകളെ പറയാം, 8-ലുള്ള പാപഗ്രഹങ്ങളെ കൊണ്ട് അപകടാദികൾ പറയാം, ലഗ്നത്തിലുള്ള പാപനെ കൊണ്ട് ശാരീരിക അസ്വസ്ഥത, രോഗം വരെ പറയാം. 6-ല് പാപൻ, 6-ാം ഭാവം തന്നെ വേണമെന്നില്ല, 6-ാം ഭാവാധിപനായ പാപൻ ലഗ്നത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ തന്നെ പറയേണ്ടി വരും. 4-ലോ 7-ലോ 10-ലോ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് സഹായങ്ങൾ ഇല്ലാത്ത അവസ്ഥയും ദുരിതങ്ങളും പറയാം. അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ടും കിട്ടാതിരിക്കാം. അത് തന്നെയാണ് ഈ പ്രമാണം പറഞ്ഞത്. ക്ഷീണേ ഹിമഗുവേഗേ പാപേ ഉദയ അഷ്ടമഗേ കേന്ദ്രേഷു ശുഭാശ്ച നചേത് ക്ഷിപ്രം നിധനം പ്രപതേത്. അപ്പൊ ക്ഷിപ്രം, നിധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാദി ദോഷങ്ങളാണ്. നിധനം എന്നുള്ള വാക്ക് ധനമില്ലാത്ത അവസ്ഥ എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ധനനാശം എന്നും പറയാം. എന്നാൽ നിധനം എന്നുള്ളതിന് സാംസ്കൃതിൽ അത് മരണം എന്നുള്ള അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ഹോരയിൽ നിധനം എന്ന് പ്രയോഗിക്കുന്നിടത്തൊക്കെ മരണദോഷത്തെ തന്നെ പറയുന്നു, അരിഷ്ടതയെ പറ്റി പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാള പ്രമാണം പഠിക്കണമെങ്കിൽ എന്താണ്? 12-ൽ ക്ഷീണനാം ചന്ദ്രൻ നിൽക്കേ പാപന്മാർ 18-ൽ നിൽപ്പെന്നാകിൽ കേന്ദ്രത്തിൽ ശുഭന്മാർ നിൽപ്പീലെന്നാൽ കാലമതു കഷ്ടമെന്നു സ്വൽക വേണമോർത്തിരുന്നുള്ളൂ. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അത്തീശ്വരായ നമഃ.